ശ്രീ മഹാദേവി ഭാഗവതത്തിലെ മനസാദേവിയുടെ കഥയാണ് പറയുന്നത്. എന്താണ്? ശ്രീ മഹാദേവി ഭാഗവതത്തിലെ എല്ലാ കഥകളും പുണ്യപ്രദങ്ങളാണ്. ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മളെ ചിന്തിപ്പിക്കുന്നതും നമ്മൾക്ക് അറിവ് പകർന്നു നൽകുന്ന കഥകളാണെല്ലാം. അങ്ങനെ ഒരു കഥയാണ് മനസാദേവിയുടെ കഥ. അപ്പം വ്യാസമഹർഷി ജനമേജയ മഹാരാജാവിനോട് പറയുന്നത്, രാജരത്നമേ, അങ്ങ് സർപ്പസത്രം കഴിച്ച സമയം യാഗം അവസാനിപ്പിക്കുവാൻ വേണ്ടി അങ്ങയെ പ്രേരിപ്പിച്ച അസ്തികൻ എന്ന യുവമുനി മനസാദേവിയുടെ പുത്രനാണ്. ആ വിവരം അങ്ങേക്ക് അറിയായിരുന്നോ? അങ്ങനെ ആ ദേവിയാൽ അങ്ങ് നേരത്തെ തന്നെ അനുഗ്രഹീതനാണ് എന്ന് പറയും. അപ്പം ജനമേജയ മഹാരാജാവ് ചോദിക്കും, ആ അസ്തികമുനി വാസുകി എന്ന സർപ്പേശ്വരൻ്റെ സഹോദരിയായ ജഗൽക്കാരു എന്ന പുണ്യവതിയുടെ പുത്രനാണെന്നല്ലേ അങ്ങ് പറഞ്ഞത്? ഭാരതത്തിൽ അങ്ങ് ഉപദേശിച്ചിട്ടുള്ളത് അതല്ലേ എന്ന് ചോദിക്കും. അപ്പം വ്യാസമഹർഷി എന്ത് പറയും? ആ ശരിയാണ്, ആ കഥ ഞാൻ പറയാം, കേട്ടാലെന്ന് പറയുന്ന. അപ്പം എന്താണ്? ആ ജഗൽക്കാരു തന്നെയാണ് മനസാദേവി. ഒരു കാലത്ത് പണ്ടെങ്ങുമില്ലാത്ത വിധം ഭൂലോകത്തിൽ എന്താണ്, സർപ്പങ്ങളുടെ ശല്യം വളരെ വർദ്ധിക്കും. അപ്പം എന്താ, മുഴം ഭൂമിക്ക് 3/4 മുഴം പാമ്പ് എന്ന് ഉള്ള മട്ടാവും. പാമ്പ് കടിയേറ്റ് ജനങ്ങൾ കണക്കില്ലാതെ മരിച്ചു തുടങ്ങും. അപ്പം സർപ്പവിഷം ഹരിക്കാനുള്ള മഹാസിദ്ധികൾ നേടിയ മഹർഷീശ്വരനാണ് ആര്? മരീചീപുത്രനായ കശ്യപൻ. അപ്പം കശ്യപ മഹർഷിനോ എടുത്ത് ആളുകൾ, ജനങ്ങൾ കൂട്ടം കൂട്ടമായിട്ട് വന്ന് അദ്ദേഹത്തെ കണ്ടിട്ട് സങ്കടം ഉണർത്തിക്കും. അപ്പം എന്താണ്, കശ്യപ മഹർഷി എന്ത് ചെയ്യും? തൻ്റെ പിതാമഹനായ ബ്രഹ്മാവുമായിട്ട് ഇതേക്കുറിച്ചിട്ട് ആലോചിക്കും. അപ്പം സർപ്പവിഷഹരത്തിനുള്ള അനവധി ദിവ്യമന്ത്രങ്ങൾ ആര്? ബ്രഹ്മാവ് പൗത്രന് ഉപദേശിച്ചു കൊടുക്കും, കശ്യപ മഹർഷിക്ക് ഉപദേശിച്ചു കൊടുക്കും. അതിനും പുറമെ ആ മന്ത്രങ്ങൾക്കെല്ലാം അധിഷ്ഠാന ദേവതയായിട്ട് ഒരു ദേവിയെ മനസ്സുകൊണ്ട് സൃഷ്ടിക്കുവാൻ ബ്രഹ്മാവ് കശ്യപനോട് ഉപദേശിക്കുന്ന, അതിനു വേണ്ട അനുഗ്രഹങ്ങളും നൽകും. അപ്പം എന്താ, ബ്രഹ്മാവിൻ്റെ അനുഗ്രഹവും അരുളപ്പാടും അനുസരിച്ച് കശ്യപ മഹർഷി എന്താക്കും? തൻ്റെ തപശക്തിനെ കൊണ്ട് മനസ്സിൽ നിന്ന് ഒരു കന്യകയെ സൃഷ്ടിക്കുകയും അവൾക്ക് എന്താണ്, മനസാദേവി എന്ന് പേരിടുകയും ചെയ്യും. അങ്ങനെ ആ ദേവി ജനിച്ച മാത്രയിൽ തന്നെ എന്താണ്, യൗവനം പ്രാപിച്ചിട്ട് തപസ്സിനായിട്ട് കൈലാസത്തിലേക്ക് പോകും. അനവധി വർഷം അവൾ അവിടെ വെച്ചിട്ട് മഹാദേവനെ തപസ് ചെയ്യും. ഇനി അവസാനം ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് അവൾക്ക് അതിരഹസ്യമായ ദിവ്യജ്ഞാനം ഉപദേശിച്ചു കൊടുക്കുന്നതാ. പിന്നെ എന്തൊക്കെ ഉപദേശിച്ചു കൊടുക്കും? ശ്രേഷ്ഠമായ സാമവേദവും, പിന്നെ പ്രളയാന്തം വരെ അക്ഷയമായി നിൽക്കുന്ന അഷ്ടാദരി എന്ന ശ്രീകൃഷ്ണ മന്ത്രവും മംഗളപ്രദമായ ശ്രീകൃഷ്ണ കവചവും എന്താണ്, മഹാദേവൻ മനസാദേവിക്ക് ഉപദേശിച്ചു കൊടുക്കും. അങ്ങനെ മനസാദേവി എന്താക്കും? അങ്ങനെ ഇതൊക്കെല്ലാം എന്താണ്, തപസ്സൊക്കെ മതിയാക്കിയിട്ട് പിതൃസന്നിധിയിലെത്തും. അപ്പോൾ കശ്യപ മഹർഷി പുത്രിനെ വാത്സല്യപൂർവ്വം ആശ്ലേഷിച്ചിട്ട് വേണ്ട അനുഗ്രഹങ്ങളൊക്കെ നൽകും. അപ്പം എന്താ പറയുക, നീ ജഗത്തിന് ഉപകാരം ചെയ്യാൻ ജനിച്ചത് കൊണ്ട് ജഗൽക്കാരു എന്ന നാമവും നിനക്ക് ഞാൻ നൽകിയിരിക്കുന്നു എന്ന് പറയുന്ന. അങ്ങനെ കശ്യപന് കദ്രു എന്ന പത്നിയിലുണ്ടായ പുത്രനാണ് ആര്? സർപ്പേശ്വരനായ വാസുകി. വാസുകി എവിടെയാ? എപ്പോഴും ശിവഭൂഷണമായിട്ട് ഭഗവാന്റെ മെയ്യിൽ തന്നെയാണ് കഴിയുന്നതല്ലേ. അപ്പം ജഗൽക്കാരും കശ്യപപുത്രിയായിരുന്നു. അതുകൊണ്ട് വാസുകീൻ്റെ സഹോദരി സ്ഥാനത്തിന് ആര്? മനസാദേവി ജഗൽക്കാരു അർഹയാവൂ. കൂടാതെ ജഗൽക്കാരു എന്താണ്, കൈലാസത്തിൽ തപസ്സനുഷ്ഠിക്കുന്ന കാലത്ത് വാസുകി അവളെ തൻ്റെ പ്രിയ സഹോദരിയായിട്ട് തന്നെ കരുതിപ്പോന്ന് അവൾക്ക് എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തിനി. അങ്ങനെ മനസാദേവിയായ ജഗൽക്കാരുവിനെ ആര് വിവാഹം കഴിക്കൂ? ജഗൽക്കാര് എന്ന് പേരുള്ളൊരു മുനി തന്നെ വിവാഹവും ചെയ്യും. അങ്ങനെ എന്താണ്, ആ ജഗൽക്കാര് ദമ്പതികളെ ഏകപുത്രനാണ് ആര്? അസ്തികമുനി. അസ്തികന് ഗർഭം ധരിച്ച കാലത്ത് ഈ ജഗൽക്കാരു മുനി എന്താക്കൂ? ഈ മനസാദേവീനെ പരിത്യജിച്ചിട്ട് ഉപേക്ഷിച്ചിട്ട് വീണ്ടും തപസ്സിനായിട്ട് പോകുന്ന. അങ്ങനെ മനസാദേവി പുത്രനായ അസ്തികനോടും കൂടി ലോകോപകാരാർത്ഥം സർപ്പവിഷം ഹരിക്കാനുള്ള ദേവിയായിട്ട് ഇന്നും ജീവിക്കുന്നുണ്ട്. അപ്പം എന്താ പറയുന്നത്? ദേവി ഭാഗവതത്തിലെ ജഗൽക്കാരുവിനെയും പുത്രനായ അസ്തികനെയും നിത്യം സ്മരിച്ച് നാമങ്ങൾ ഉച്ചരിക്കുന്നവൻ എന്താണ്, സർപ്പവിഷം ഏൽക്കില്ല എന്നാണ് പറയുന്നത്. അതാണ് ഇന്നും തലമുറകളായിട്ട്
നടന്നു പോരുന്ന ഒരു വിശ്വാസമാണത്. ജഗൽക്കാരുവിനെയും പുത്രനായ അസ്തികനെയും നിത്യം സ്മരിച്ച് നാമങ്ങൾ ഉച്ചരിക്കുക. മനസാദേവിയാണ് ജഗൽക്കാരുവിൻ്റെ മറ്റൊരു പേരാണ് മനസാദേവി. അങ്ങനെ എന്നും പ്രാർത്ഥിക്കുന്നവർക്ക് സർപ്പവിഷയം ഏൽക്കില്ല എന്നാണ് പറയുന്നത്. നല്ല കഥയാണ് കേട്ടോ അത്. ഞാൻ പറഞ്ഞിട്ട് എന്തെങ്കിലും തെറ്റ് വന്ന് പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണേ. പിന്നെ ഞാൻ പറയുന്ന കഥയൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ.